ബിലാല് പഴയ ബിലാലല്ല, പക്ഷെ കൊച്ചി പഴയ കൊച്ചു തന്നെ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു പുതിയ വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ വ്ളോഗ് തുടങ്ങണ തന്നെ നമ്മുടെ ബിഗ് ബീത്തെ നമ്മുടെ മമ്മൂക്കാന്റെ സ്പോട്ട് ആയതാണ്. നമ്മുടെ മമ്മൂക്കാന്റെ സ്പോട്ട്. ബിഗ് കണ്ട് തരിച്ചു നിന്ന സ്പോട്ടുകളാണ് ഇതെല്ലാം അല്ലേ? അല്ല ചേച്ചോ, നമ്മള് ബിഗ് ബി ഫിലിമിന് മാത്രമാണ് ഈ സ്പോട്ടൊക്കെ കണ്ടിട്ടുള്ളത്. അല്ല പൊന്നോ, നമ്മള് ബിഗ് ബി സ്പോട്ടിലല്ലേ കണ്ടിട്ടുള്ളൂ. അറിയോ ഈ പൊന്നിന് ഈ സ്ഥലം അറിയോ? ഈ സ്ഥലം കണ്ടിട്ടുണ്ടോ പൊന്നു? അന്നുണ്ടോ ചേച്ചാ? നമ്മുടെ ഇന്നത്തെ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് നമ്മുടെ ബിഗ് ബി സ്പോട്ടായ ഇതിൽ നിന്നാണ്. ഇവിടെ എന്തൊക്കെ ഉള്ളതെന്നൊന്നും നമുക്കറിയില്ല, സൺഡേ മാത്രമാണ്. അപ്പൊ ഗൈസ് കുട്ടി നോക്കട്ടോ. അപ്പൊ ചെച്ചു ആദ്യമായിട്ടല്ലേ ഫോട്ടോ വെച്ചിരിക്കുന്നത്. ഏതാ ലുക്ക് അവിടെ ഇതോടെ ഫോട്ടോഷൂട്ട്. ഇവിടെ എന്തൊക്കെയാ ഇവിടെ അപ്പൊ ഗൈസ് ഇതാ എല്ലാവരും ബിഗ് ബീത്തെ ലൊക്കേഷൻ കണ്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അന്തം വിട്ട്. നീ മുന്നേ വന്നിട്ടുണ്ടോ അവിടെ? ഞാൻ വന്നിട്ടുണ്ടല്ലോ. എന്തിന്? ബിഗ് ബീത്തെ ഷൂട്ടിങ്ങിനോ? ഇപ്പൊ ഇങ്ങനെയൊന്നുമല്ല, ഇപ്പൊ ഫുള്ള് പെയിന്റ് ഒക്കെ അടിച്ചാകെ മാറ്റി. ആദ്യം ഫുൾ വൈറ്റ് ആയിരുന്നു. ഇതൊക്കെ ഇപ്പൊ അടിച്ചാ പോകുന്നുണ്ട് അല്ലേ? കൊറേ അടിച്ചിട്ട്. എനിക്ക് തോന്നുന്നു എന്തോ കഫേ എന്തോ ഉണ്ട് തോന്നുന്നു അല്ലേ? കഫേയില്ല, റൂം സ്റ്റേ ആണോ? റൂം സ്റ്റേ. ഇക്ക ഈ ലൊക്കേഷനിൽ വന്നിട്ടുണ്ടോ മുന്നേ? ഞാൻ വന്നിട്ടൊക്കെ ഓർമ്മല്ല. ബാബി വന്നിട്ടുണ്ടോ? ഫസ്റ്റ് ടൈം? ഞാൻ ഫസ്റ്റ് ടൈം ആട്ടോ കണ്ട്. ചെച്ചു കണ്ടിട്ടുണ്ടോ? ചെച്ചു ഹായ് പറ. ഹായ് പറ. ഹായ് പറ. അപ്പൊ നമ്മളിപ്പോ ഫോട്ടോ വെച്ച് കറങ്ങാനുള്ള ബൈ സീ യു. ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുത്താലോ നമുക്ക്? അതിന്റെ ഉള്ളിൽ പോയി നോക്കിയാലോ? ജസ്റ്റ് അതിന്റെ ഉള്ളിൽ കയറാൻ പറ്റോടാ? ഇതിന്റെ ഉള്ളില് ഹോട്ടലാണോ? ഹോം സ്റ്റേ ആണല്ലേ? ചെച്ചുതാ ബിഗ് ബീനെ പോലെ. എന്താ ബിഗ് ബീത്ത് മ്യൂസിക് എന്താ മറന്നുപോയി. എന്താ ചെച്ചു ബിഗ് ബീനെ പോലെ നടന്നു വരികയാണ്. ഫോട്ടോ എടുക്കുക. ഓരോരുത്തരുടെ സെക്ഷൻ കഴിഞ്ഞോട്ട്. പൊന്നു ഓടരുത്. ഇവളുടെ കൂടെ വ്ളോഗ് ചെയ്യാൻ നിന്നതിനാ ഇവളിങ്ങനെ ഓടിച്ചിട്ടേ ഇരിക്കൂലേ. എന്താണ് ഇങ്ങനെ കാക്കാണ്ട് കുട്ടി? എന്താണ് ഇങ്ങനെ എന്നിങ്ങനെ ഓടിച്ചിട്ടേ ഇരിക്കൂലേ? ബാന്ന് ഹലോ പറ. അയ്യോ വ്ളോഗ് പോയേ. നിങ്ങളുടെ ക്യാമറ ഒക്കെ ചെച്ചില്ലാണ്ടാക്കി. ഹലോ carry on. അപ്പോൾ ഗായ്സ് ഇപ്പം നമ്മൾ ഇവിടുത്തെ ഓരോ ഫോട്ടോഷൂട്ടുകളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടുത്തെ ലൊക്കേഷനിൽ ഇങ്ങനെ നടന്നുകൊണ്ടുള്ള ഫോട്ടോ വെച്ച് കാഴ്ചകളായിരിക്കും ഇന്നത്തെ ഫുൾ വ്ളോഗിൽ ഉണ്ടാവുക. അപ്പോൾ പരമാവധി എത്രത്തോളം കവർ ചെയ്യാൻ പറ്റുമെന്നൊന്നും അറിയില്ല. അപ്പോൾ പരമാവധി നമ്മൾ കവർ ചെയ്യാൻ നോക്കുക. അപ്പോൾ വ്ളോഗ് കാണുന്നവർ ഫുള്ളായി കാണാൻ ശ്രമിക്കുക. അപ്പോൾ ബാക്കിയുള്ള നല്ല കാഴ്ചകളായിട്ട് കാണാം. ഗൈസ്
ഫോർട്ട് കൊച്ചിൻ്റെ റോഡിൻ്റെ നടുവിൽ കൂടെ ഇങ്ങനെ നടന്നുകൊണ്ടാണ് വ്ളോഗ് എടുത്തുകൊണ്ടിരിക്കുന്നത്. എവിടെ നിന്നൊക്കെയാണ് അടി വരിക എന്നറിയില്ല. ഇതെന്താ ജാസ് ഇവിടെ കുറേ ഇതൊക്കെ ഉണ്ടല്ലോടാ. ഈ ഇതിലേക്കാ ഇവിടെ ഇത് മാത്രമേ ഉള്ളൂ. ഇങ്ങോട്ട് വാ. ബായോ. അപ്പോൾ ഫോർട്ട് കൊച്ചിൻ്റെ ഈ സൈഡിലോട്ടൊക്കെ വരുമ്പോൾ ഇവിടെ കുറേ ഷോപ്സ് ഉണ്ട് കേട്ടോ. ഇതേപോലെ ഇനി വേറെ ഭാഗത്തുണ്ടോ? അപ്പോൾ വേണ്ട ഗൈസ്. അപ്പോൾ നമ്മളിപ്പോൾ ആ ബിഗ് ബിൻ്റെ ലൊക്കേഷനൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ വരുമ്പോൾ ഈ ഭാഗത്ത് കുറേ പർച്ചേസിങ് സ്പോട്ട് പോലത്തെ സംഭവങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്തൊക്കെയുള്ളതെന്ന് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നോക്കിയിട്ടില്ല. കാര്യമായിട്ട് എന്തൊക്കെയോ ഉള്ള ലൈൻ ഷോപ്സ് ഉണ്ട്. അപ്പോൾ ഫാമിലിയൊക്കെ ആയിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു സ്പോട്ടിൽ ഇനി ഇതേപോലത്തെ ഉണ്ടാവില്ലേ പർച്ചേസിങ് സ്പോട്ട് വേറെ ഉണ്ടാവില്ലേ? അപ്പോൾ മേടിക്കണ്ടോ എന്തേലും? മേടിക്കണ്ട കോടെ ഇതോ ചെച്ചുവിന് കുട വാങ്ങണമെന്നാ പറയുന്നത്. പാപ്പ വാങ്ങിട്ടോ. ചെച്ചുവിന് എന്തോ വാങ്ങണത്രേ. അതെന്താണ് പറഞ്ഞിട്ടാണ് ചെച്ചു അത് എന്താണ് പറഞ്ഞിട്ടാണ്? ചെച്ചുവിന് എന്താ വേണ്ടത്? വാ, അതാണോ വേണ്ടത്? അങ്ങോട്ട് എനിക്ക് 2 ഡ്രസ്സ് അടിക്കാം. ചെച്ചുവിന് എന്താ വേണ്ട പറ. വാ, അതൊന്നും പറ്റൂല എനിക്ക്. വാ. അവള് പിടിച്ചോട്ടോ. ഗൈസ്, ഫോർട്ട് കൊച്ചിയിൽ കൂടെ ഇക്കാൻ്റെ പ്രഹസന നടത്തം റീൽസാണ് ഇവിടെ പകർത്തിക്കൊണ്ടിരിക്കുന്നത്. ഇക്ക നടക്കാനും ബാബി വീഡിയോ എടുക്കാനും. അത് ഈ ടീഷർട്ട് ഇട്ടുണ്ടോ? റീൽസ് രംഗാണ്. ബാബി വീഡിയോ എടുക്കുന്നു, ഇക്ക സ്ലോ മോഷനിൽ നടക്കുന്നു. എന്തൊക്കെ ഇക്ക ഫോട്ടോ വെച്ച് വന്നിട്ടുണ്ടോ മുന്നേ? ഞാൻ അതിന് മുന്നേ വന്നിട്ട് ഞാൻ ആദ്യം ഇതിന് മുന്നേക്ക് ഞങ്ങൾ അന്ന് വന്നിട്ട് മഴ പെയ്ത്. ഞങ്ങളന്ന് മഴയൊക്കെ ഇരുന്നു കാലമല്ലോ കല്യാണം കഴിഞ്ഞ സമയത്ത്. അന്ന് എവിടെ ഇറങ്ങിയില്ല, അന്ന് മഴയായിരുന്നു. മഴയായിരുന്നു. വേഗം ബീച്ചിനവിടെ പോയിട്ട് നമ്മൾ പോയില്ലേ? ഇത് അതുണ്ടായിരുന്നു. ഇപ്പൊ ചൂടായി. പണ്ട് മഴയായിരുന്നു, നല്ല ചൂടായി. എടാ ഇങ്ങോട്ട് വാടാ. ഇന്ന് രാവിലെ മഴ ഉണ്ടായിരുന്നല്ലോ. അത് ഇന്ന് മഴ ഇല്ലാത്തതാണോ പിന്നെ എടുക്കാൻ പറ്റും? എടാ ജാസേ വാ വാ അങ്ങോട്ട് പോവാ. നിന്റെ അടുത്ത് തന്നെ നീ ആദ്യമായിട്ട് വരണേ? ഞാൻ വന്നിട്ടുണ്ട്, പക്ഷെ ഇതേപോലെ നടന്നിട്ടില്ല. നടക്കാൻ നിന്നപ്പോ നല്ല വെയിലാണ്. ഞാൻ കുറച്ചെന്തോ നടന്നിട്ട് അങ്ങനെ പോയി. സംഭവം നല്ല രസമാണ്. വീക്കെൻഡിൽ വരുന്നത്. ചെച്ചു വന്നു. ചെച്ചിപ്പോ ചൗക്കും നടന്നിട്ട്. മകൻ വാങ്ങണ്ട്. ഉമ്മ ഫോർട്ട് കൊച്ചിയിലൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്.
ബാ പോവാ. ഒന്നും മേടിക്കണല്ലോ ഇവിടുന്ന്. മേടിക്കണമല്ലോ. കാലൊടിക്കോ പറഞ്ഞിട്ട്. അപ്പൊ നമുക്ക് അടുത്ത സ്പോട്ടിലോട്ട് നമുക്ക് നടന്ന് നോക്കാം. ഇവിടെ എന്തൊക്കെയുണ്ടെന്നൊക്കെ നമുക്കറിയില്ല. ഇത് ഇങ്ങനെ നടന്ന് ഇത് നടക്കാനുള്ള ഒരു സ്പോട്ട് തന്നെയാണ് അല്ലേ? ഇത് തൊപ്പിയൊക്കെ ഇട്ട് നടക്കണം. തൊപ്പിട്ട് കിടക്ക്. വെയിലും കൊണ്ടിട്ടേ തൊപ്പിട്ട് കിടക്ക്. ഐസ്ക്രീം ആണോ? ഐസ്ക്രീം ആണോ ആർക്കെങ്കിലും? ഫ്രഞ്ച് പോസ്റ്റ് ഇത് ഇവിടെ കേട്ടിട്ടുണ്ടല്ലോ. ടോസ്റ്റ് ഷൂട്ട് എടുക്കാൻ പറ്റില്ല. അടിപൊളിയായിട്ട്. ഫ്രഞ്ച് ടോസ്റ്റിന് എവിടെ കേട്ടിട്ടുണ്ട് കേട്ടോ. നമുക്ക് 2 ഷൂട്ട് എടുത്തല്ലോ. വീഡിയോ എടുത്തല്ലോ. ആരാണ് ഓരോ പറഞ്ഞിട്ട് കേട്ടിട്ടുണ്ടല്ലോ. ഇത് കിച്ചണുണ്ട്, ഫുഡും ഉണ്ട്. അപ്പൊ ഇക്ക ഒരു പെർമിഷൻ ഇല്ലാണ്ട് അന്തമന്തമായിട്ട് ഉള്ളിലോട്ട് നടക്കലുണ്ട്. പെർമിഷൻ മേടിക്കണം കേട്ടോ. ചായയും കുടിച്ചിട്ട് വരാം. ചായ ഉണ്ടോ അവിടെ? ചെച്ചു പറഞ്ഞാൽ കേൾക്കണില്ല ഗൈസ്. അവൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കൊണ്ടിരിക്കുകയാണ്. നീ എന്താ പറഞ്ഞാൽ കേൾക്കാത്ത? ഫുള്ള് മതാമകള്. ബിഗ് ബി ഫിലിം കണ്ടവരല്ലേ ഇവരൊക്കെ, അവർക്കറിയാലോ. ഇറ്റ്സ് കൊച്ചി, ഇറ്റ്സ് ഫോർട്ട് കൊച്ചിന്ന്. അപ്പൊ ഡീൽ ചെയ്തിട്ട് നോക്കാം. ഉമ്മടെ അപ്പൊ ഗൈസ് ഞങ്ങൾ ഫുൾ ഫാമിലി ആയിട്ട് ഫോർട്ട് കൊച്ചിയിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. അപ്പോ ഇവിടെയും വേറെ എന്തൊക്കെയോ ഷോപ്സ് നടന്നു വരുന്ന സാധനം കട്ട് ചെയ്താൽ. അപ്പൊ ഗൈസ് നമ്മൾ ആ സ്പോട്ടിൽ നിന്ന് നടന്ന് ഇവിടെ ഉണ്ട് ഇഷ്ടം പോലെ. അവിടെ ഫുള്ള് സ്റ്റോറാണ്. കാണാൻ ഭാഗം ഇവിടെ ഇങ്ങനെ പോയാലാണ് കടല്. മൈക്ക് എടുത്തത്. അപ്പോൾ ഗൈസ് അപ്പോൾ നമ്മളിതാ ഇപ്പോൾ കുറേ സാധനങ്ങൾ മേടിക്കാനുള്ളതും ഒരു വൈബ് സ്ഥലം തന്നെ കേട്ടോ. നമ്മുടെ നൊസ്റ്റാൾജി സ്ഥലമായ നിങ്ങൾ നടക്കുകയാണെന്നുണ്ടെങ്കിൽ കുറേ ഉണ്ട് കൈ. ഇതാണോ ഞാൻ തന്നെ ഈ ഭാഗത്ത് ആദ്യമായിട്ടാണ് വരുന്നത് കേട്ടോ. ഞാൻ ഇതിൻ്റെ ഉള്ളിലേക്ക് ആ പുറത്ത് വന്നിട്ട് നടന്നിട്ടുണ്ടെന്നല്ലാണ്ട് ഇതിൻ്റെ ഉള്ളിൽ വന്നിട്ട് നമ്മൾ നടക്കുന്നത് ഞാൻ ആദ്യമായിട്ടാണ്. അപ്പോൾ ഫാമിലി ഒരു ഭാഗത്ത് കരിക്കൊക്കെ കുടിക്കാൻ വേണ്ടി സ്റ്റക്കായിരുന്നു അവിടെ. അവർ ഇനി അവിടുന്ന് മൂവ് ആയിട്ടില്ല. വാടാ എന്താണോ ആമകളെക്കാട്ടിയും അപ്പുറമാണ് കൈസ്. അവിടെ കുറെ കടകളില്ല അപ്പോ. അല്ല അവർക്ക് ഒരു പർച്ചേസിങ് ബോട്ട് ജെട്ടിയോ ബോട്ട് ജെട്ടിയൊക്കെ ഉള്ളത്. പൊന്നിനത് വേണോ? ആ ചച്ചുന് ഏതാ വേണ്ടത്? ആ ചച്ചുന് ഏതാ വേണ്ടത്? ബാ ബഹുബൂവിന് മേടിക്കാൻ പറ്റില്ല. ചച്ചുന് ഏതാ വേണ്ടത് പറ. ഇതിലേതാ വേണ്ടത്? ആൾക്കാർ മേടിക്ക്. അത് വേണം, അത് വേണം. ബലൂൺ വേണം, ബട്ടർഫ്ലൈ വേണം, ഇത് വേണം.
ഏതുകൊണ്ട് ചെച്ചോ എനിക്ക് ഏത് വേണ്ട വിളിക്ക് അത് സാറില്ല വെറുതെ പിടിച്ചിട്ടിങ്ങനെ ചെച്ചിന് ഏതാ വേണ്ട പറ നായുണ്ട് അവിടെ ഉണ്ട് അവിടെ ഉണ്ട് അവിടെ ഉണ്ട് നായുണ്ട് ഇത് വേണം കാറ്റാടിയും അത് മേടിച്ചോ ആ അത് രണ്ടും കാറ്റാടിയും ഡക്കും ഡക്ക് വേണ്ടേ എടുത്തോ അവിടെ പിടിച്ച് കളിക്കാൻ കളിച്ചോടെ ഒക്കെ നായിന്റെ തങ്ങട് ഏത് എന്നാ ഡക്ക് മാത്രം മതി ഇവള് ഡേഞ്ചറാണ് ഗൈസ് ഡക്ക് ഡക്ക് അവള് അടിക്കേ ചട്ടിന്റെ ഇന്ത്യ ഇതാണോ ഡക്ക് മതി ഡക്ക് മതി ഇവള് ഡേഞ്ചർ ഗേളാണ് ഇത് എത്രയാണ് കാ അപ്പൊ ഇതാ ചെച്ചുവിന് ഡക്കൊക്കെ മേടിച്ച് നമ്മളിതാ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിപ്പോ ഒരു 100 മീറ്റർ പോലും കടക്കൂല, അപ്പത്തിന് കേട് വരുത്തത്. 2 മിനിറ്റ് കഴിഞ്ഞാൽ അവളത് പൊട്ടിക്കും. ഇതാണ്ടോ കണ്ടില്ലേ ഗൈസ്, അത് വെള്ളത്തിൽ വിടണം. അവളെ അധികം നോക്കിക്കൊണ്ടിരിക്കണത്. ഈ ഏരിയ മൊത്തം ഇതേപോലത്തെ കംപ്ലീറ്റ് ആയിട്ടുള്ളത് കേട്ടോ. നമ്മള് മറ്റേ എത്ര ശേഷം പറയാ എന്ത് അമ്പലത്തിലെ പരിപാടി നടക്കൂലേ, പൂരം. പൂരം പോകുമ്പോ ചെറിയ 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 സ്റ്റോൾ ഉണ്ടാവില്ലേ, അതേപോലത്തെ കുറെ സ്റ്റോളുകള് ഈ ഭാഗത്തുണ്ട് കേട്ടോ. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഈ ഭാഗത്തേക്ക് വരുന്നത്. അപ്പോൾ ഔട്ടർ മാത്രം അടിച്ചിട്ട് പോകുന്നത് കണ്ടിട്ടുണ്ടോന്ന് എനിക്ക് ഓർമ്മയില്ലാത്തതാണോന്ന് എനിക്കറിയില്ല. ഇത് നടക്കാൻ തന്നെ കുറെ ഉണ്ട് തോന്നുന്നില്ലേ കേസ് അങ്ങോട്ട്. ഞാൻ പറയണെങ്കിൽ അപ്പുറത്ത് പോയാൽ നല്ല കാഴ്ചകൾ തോന്നും. ഇവിടെ ഒന്നും ഉണ്ടാവില്ല, ഇവിടെ കുറെ കടകൾ മാത്രമേ ഉള്ളൂ. എന്താണ് ഫോട്ടോ വെച്ച് അറിയാത്ത ആർക്കാണ്. ഇതാ ഇവിടെ ഷോപ്പ് ഉണ്ട്. ഇതാ ഇവളെ കൊണ്ട് നടക്കൂല ചേച്ചു. എന്ത് എനിക്ക് തോന്നുന്നു ഈ ഏരിയകളിൽ മൊത്തം ഇതേപോലത്തെ കടകൾ വരും തോന്നുന്നുണ്ട് കേട്ടോ. അല്ലേ, ഇത് ഏരിയ മൊത്തം ഫില്ലാന്ന് തോന്നുന്നുണ്ട് അല്ലേ? ഫില്ല് ഓൾറെഡി ഫില്ലാ. ഇജാസ് മൈക്കില്ല വന്നിട്ട് കേട്ടോ, നീ പറയണൊന്നും കേൾക്കില്ല. അപ്പൊ ഇവിടെ ഉള്ളത് പർച്ചേസിങ് സ്പോട്ടാണ്. അപ്പൊ ഇജാസ് ആണ് ഇവിടെ എല്ലാം അറിയണ പോലെ കഥ പറയുന്നത്. ഇജാസ് നീ വന്നതിന്റെ ഇത് പറ. അപ്പൊ ഇവിടുത്തെ സ്പോട്ടുകൾ പർച്ചേസിങ് സ്പോട്ടാണെന്നാ നീ പറയുന്നത്. അയ്യോ കേൾക്കില്ല. പർച്ചേസിംഗ് സ്പോട്ട് എന്നല്ല, കുറെ ഫുഡ്, അതേപോലെ ഈ കടലിൽ കിട്ടുന്ന സാധനങ്ങളില്ലേ, ശംഖ്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഈ സൈഡ് കൂടുതലുണ്ടാവും. അതുകൊണ്ടുള്ള വീട്ടിൽ വെക്കുന്ന ഓരോ സാധനങ്ങൾ അങ്ങനത്തെ. പിന്നെ നമ്മളെ ദുൽഖർ ഇട്ട പോലത്തെ ചാർലിത്തെ ഡ്രസ്സ്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. കൂടുതലും കുട്ടികൾക്ക് കളിക്കാനുള്ള സാധനങ്ങൾ അവിടെ ഉണ്ടാവും. അവരവിടെ ഉണ്ട്. അപ്പൊ നമ്മളിങ്ങ് പോയിക്കൊണ്ടിരിക്കുന്നത് എങ്ങനെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോട്ട് കയറാനുള്ള ശ്രമത്തിലാണല്ലേ ജാസ. നമ്മൾ ബോട്ട് കയറാന്നുള്ളൊരു ഇവിടെ അല്ലേ ബോട്ട് കയറണം. അപ്പൊ ഇനിയിപ്പോ അതിലോട്ടാണ് നമ്മൾ പോകുന്നത്. ലെറ്റ്സ് സീ ഗൈസ്. എന്തേലും ഉണ്ടാവും. ഒരു മിനിറ്റ് എല്ലാരും ബേജാറായി. ഏകദേശം ഇവിടെ ഏരിയയിൽ മൊത്തം കടകളാണ്.
അല്ലേ? ഏകദേശം കടകളെല്ലാം ഇതേപോലത്തെ കടകളാണ്. അപ്പോൾ ചെറിയ ചെറിയ സാധനങ്ങളെല്ലാം മേടിക്കാം. എന്നിട്ട് അതാ പോണല്ലേ, ഇതൊന്നും വേണ്ട വിളിക്ക്. താങ്ക് യു. ഇതൊന്നും അവൾക്ക് വേണ്ട തോന്നണ എനിക്ക്. വെച്ചോ. നമ്മളിതിൽ കയറണ്ട. അത് മറിയൻ ഡ്രൈവ് ഉള്ളത് ഇവിടെ അല്ലേ? അത് മറിയൻ ഡ്രൈവാണ് ബോട്ടിങ് ഉള്ളത്. ഇവിടെ എന്തെങ്കിലും നടക്ക്. ഇവിടെ ശരിക്കും ഇല്ലേ? അപ്പുറത്ത് അവിടെ അല്ല ശരിക്കും. അവിടേക്കല്ലേ ഉള്ളത്, അങ്ങടെ ഉള്ളത്. അവിടെയാണ് അതിന്റെ അറ്റത്തേക്ക് പോയിട്ടൊക്കെ കാണാൻ പറ്റുന്ന സാധനങ്ങളുള്ളത്. ഇങ്ങനെ ആ കടലിന്റെ അറ്റത്തേക്ക് നടന്നിട്ട് കാണാനുള്ളത് അവിടെ ഉള്ളത്, ഈ സൈഡല്ല. അപ്പൊ ഇതൊക്കെ തന്നെയാണ്. ഇതാണ് മീൻ വലിക്കണ സംഭവം കേട്ടോ. രാവിലെ ആയിക്കഴിഞ്ഞാൽ കുറേ പേര് വന്നിട്ട് ഇങ്ങനെ മീനൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ വലിക്കുന്ന സീനുണ്ട്. ഞാൻ അതുവരെ കണ്ടിട്ടില്ല, ഞാൻ വീഡിയോയിലേ കണ്ടിട്ടുള്ളൂ. വെറുതെ ഒരു വീഡിയോയിൽ പൊലിവിൽ അടിക്കാന്ന് മാത്രം. ഇവിടെയാണ് ആ സംഭവം നടക്കുന്നത്. പിന്നെന്താണ്, കേട്ടോ ഇങ്ങനെ നല്ല കാറ്റും കായലൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കാം. ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ നല്ലൊരു സെറ്റപ്പാണ്. നല്ല കിഡുമായിട്ട് ഇവിടെ എന്തൊക്കെയോ ഹോട്ടലും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. കണ്ടില്ല, കച്ചറകൾക്ക് കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്ക് അപ്പോൾ എന്തായാലും നമുക്ക് ഇനി ബാക്കിയുള്ളത് ഏതെങ്കിലും നല്ലത് കണ്ടാൽ കാണാം. നമ്മൾ വീണ്ടും ഇവിടെ നടക്കുന്നോറും വലിയൊരു പർച്ചേസിംഗ് മാത്രമാണ് ഉള്ളത് കേട്ടോ. അതായത് സാധനങ്ങൾ എടുത്തിട്ടില്ല സാർ. ഇത് വള്ളത്തിലിട്ട വലുതാണ് സാധനമാണത്. ഇത് മറ്റേ സാധനം വള്ളത്തിലിട്ട വലുതാണ് സാധനം. ഇതാ ബട്ടർഫ്ലൈ, ഫാൻ, ഇലക്ട്രിക് ഫാന്, ഹാർഡ് ഡ്രോയിങ് ഒക്കെ ഉണ്ടല്ലോ. ഡ്രോയിങ് മെഷീന് കൊച്ചിയിലെല്ലാം കിട്ടും. കൊച്ചി പഴയ കൊച്ചിയല്ല. യൂട്യൂബ് ഇതാണ്ടോ ഗൈസ്. അപ്പൊ ഫിഷ് ടാങ്ക് ഇടാം നമുക്ക്. അതിന് ഫിഷ് ടാങ്ക് ഉണ്ട്. അതിന് ഞാൻ പറഞ്ഞത് കടലിൽ കിട്ടുന്ന സാധനങ്ങൾ. അപ്പൊ ഈ ഏരിയയിൽ നമ്മൾ കംപ്ലീറ്റ് വരുമ്പോഴും ഇതേപോലത്തെ പർച്ചേസിങ് കണ്ടുള്ളത്. കണ്ടോ കണ്ടോ, നിങ്ങളുടെ ലവറിനൊക്കെ ഗിഫ്റ്റ് കൊടുക്കാം അല്ലേ ജോസേ? പൊളിക്കും സംഭവങ്ങളൊക്കെ. പിന്നെതാ ജോസേ തോക്ക് പിടിച്ച് നിൽക്കുന്നോടെ, തോക്ക് പിടിച്ചൊരു വെടി നോക്ക് ആകാശത്തേക്ക്. ആരെങ്കിലും മൈലേജ് അച്ചടിക്കണ്ട, അച്ചടിക്ക കീച്ചേനും അത് ഞാൻ വിചാരിച്ച അച്ചടിക്കലാണ്. ഞാൻ അടുത്ത കൈ കാണിക്കുന്നുണ്ട്. എന്നിട്ട് അവിടെ ഇട്ടിട്ട് അവിടെ തന്നെ താഴ്ത്തിട്ടിട്ട് വരും. ഇതാ നോക്ക്, ഇടയിൽ കൂടെ ഒക്കെ കയറിയിട്ട് ഫോട്ടോഗ്രാഫി ഗൈസ്. ഇതാ ഇപ്പൊ ഈ ഏരിയയിൽ വരുമ്പോ കംപ്ലീറ്റ് ജാസ അല്ലേ? ഇവിടെ മൊത്തം പർച്ചേസിങ് സ്പോട്ടാണ് അല്ലേ? അല്ലാണ്ട് ഇപ്പൊ ഞാൻ വിചാരിച്ചു ബോട്ടിക്ക് പോകുമ്പോൾ മാത്രമാണ് ഒന്നുമില്ലാത്തത്. കപ്പലുകൾ നമുക്ക് ഇതാക്കാം. കടലുണ്ടാവും, കുറെ കുലുക്കി ബൂസ്റ്റോ ബൂസ്റ്റ് കുലുക്കിയിലൊക്കെ കുറെ സ്പോട്ടുകൾ ഉണ്ടാവും. ഇവിടെ ഇങ്ങനെ കടൽ തീരത്ത് ഇവിടെയാണ് കൂടുതൽ സാധനങ്ങൾ കിട്ടും. കിച്ചൺ ഇത് മാത്രം എടുത്തിട്ടില്ലേ? ജോസ് നീ അവിടെ നിന്ന് നടന്നു പോവാ. പിന്നെ വള്ളത്തിൽ എടുക്കാം.
നന്നായി ഉണ്ടാവും. ഇത് കംപ്ലീറ്റ് ഇപ്പൊ നമ്മള് ഒരു എൻഡിന്ന് ഈ എൻഡിന് വന്നിട്ട് കാണുന്ന പോലത്തെ ഫുള്ള് പർച്ചേസിങ്ങിന്റെ ആണ് നമുക്ക് ഫുള്ളായി കാണാൻ പറ്റില്ല കേട്ടോ. ഇതേപോലത്തെ കുട്ടികൾക്ക് ചേച്ചിന് പോണത്, ചേച്ചിക്ക് പോണ ഇതായി. ചേച്ചോ ഉള്ളെവിടെ? ഫോട്ടോഷൂട്ട്. ഇത് അറിയോക്കാ, നമ്മളെ പണ്ടുള്ള സാധനമാണ്. കത്തിച്ചിട്ട് ബോട്ടിൽ കൂടെ പോകുന്ന സാധനം, വള്ളത്തിൽ കൂടെ പോകുന്ന സാധനം. അതൊന്നും നടക്കില്ല മൻ. മസ്താങ് ഉണ്ട് അവിടെ, മസ്താങ് ഉണ്ട്. ഇതെന്താന്നറിയോ? പട്ടം. ആ മേൻ പറപ്പിക്കണ പട്ടം. നൂലുണ്ടാവും. പട്ടം പറത്തുക. ഇപ്പൊ പറത്തിട്ട് കാര്യമില്ല. എനിക്ക് പറത്തറിയില്ല. എനിക്കും അറിയില്ല. അറിയോ? ഇതാണ് ഏരിയ. ഇതിന്റെ അപ്പുറത്തും ഉണ്ട്. എനിക്കും അറിയില്ല. ദുനിയാവിന്റെ അറ്റം വരെ ഉണ്ട് അല്ലേ? ദുനിയാവിന്റെ അറ്റം വരെ ഉണ്ട്. കുറെ നടക്കുന്നുണ്ട്. അല്ല അതാണ് ഈ മുടിമ വെക്കണതും ബാഗുകളും. അതായത് കൈ എനിക്ക് തോന്നുന്നു ഇവരെന്നെ ഉണ്ടാക്കുന്ന സാധനങ്ങളാണ്. റിങ്സ് നോക്ക്, വെറൈറ്റി റിങ്ങുകൾ കിട്ടൂടെ. എനിക്ക് തോന്നുന്നു എന്താണെന്നറിയില്ല സാർ, ഇത് സംഭവം എന്താന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഇതെല്ലാം ഇവര് ഹാൻഡ് മെയ്ഡ് ചെയ്ത സാധനങ്ങളാണ് ഇവിടെ കൂടുതൽ തോന്നുന്നത്. ആ അതിന് പറയണത് ഹാൻഡ് മെയ്ഡ് ചെയ്ത ഹാൻഡിമേറ്റോ കൊളാമ്പി വിത്ത് പിയാനോ. അപ്പൊ അതാണ് നമുക്കിപ്പോ തോന്നുന്നത് കേട്ടോ. കാരണം ഇനിയും ഒരുപാട് നടക്കാനുണ്ടെന്ന് തോന്നുന്നുണ്ട് അല്ലേ ജാസ? ആ സ്ട്രെയിറ്റ് പോവാണെന്നുണ്ടെങ്കിൽ അപ്പൊ ഇനി കുറെ പോകാണ്ട് തോന്നുന്നുണ്ട്. എന്തായി അങ്ങോട്ട് പോണം ഇതേപോലത്തെ കടകള്. ഇനിയിപ്പോ അവരെല്ലാരും വരികയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഇങ്ങോട്ടും കൂടി കാണിച്ചു തരാം കേട്ടോ. ചോളകവും എന്താ ജാസ? നല്ല ചൂട് ചോളകം, നല്ല വൈബൊക്കെ അടിച്ച് വൈകിട്ട് വന്ന് ചില്ല് ചെയ്യുക ഫാമിലീൻ്റെ കൂടെ. അപ്പോൾ പട്ടം പറത്താൻ പറ്റുമോ നോക്കട്ടെ. ഉമ്മാക്ക് പട്ടം പറത്താൻ അറിയോ? പട്ടം പഠിക്കുന്നേ ഇമ്മ ഓർഡർ. അപ്പോ ഇത് കംപ്ലീറ്റ് ഇപ്പോ ഇന്നത്തെ ഒരു പക്ഷെ പാർപ്പിക്കാൻ അറിയേണ്ടത് എന്താ അതാരുടെ ഒന്ന് വാങ്ങിയപ്പോ ഒന്ന് ഫ്രീ. ഇതാണ്ടോ കഴിച്ചത് ഞാൻ വായിക്കുന്നത്. ബോയിലേഴ്സാ, സ്റ്റീം ബോയിലേഴ്സ് ഓഫ് ദ trains used in the Cochin train. അപ്പോൾ സ്ക്രീനിലുണ്ടാവും, നിങ്ങൾ വായിച്ച് മനസ്സിലാക്കിക്കോളി. ഇനിയിപ്പോൾ ഫോട്ടോ എടുക്കുന്ന സെക്ഷനാണ്. എല്ലാവരും കൂടി ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. മനോഹരമായ കാഴ്ച അല്ലേ? കിടിലം വ്യൂ ഇട്ടോ ചേച്ചാ, കിടിലം വ്യൂ. ഓ നോക്ക് മോനെ, കിടിലം വ്യൂ. ഷിപ്പ് നോക്കിക്കോട്ടോ.
ഏതാ ഷിപ്പില്ലേ? ഏറ്റവും വലിയ ഷിപ്പാണ്. ഇതായില്ലടാ ഈ കടല്. പിന്നെ പോയി നോക്കി ആളില്ല. ആ അറ്റത്ത് പോയി അടിപൊളി വ്യൂ കിട്ടും. വണ്ടി അവിടെ നിർത്തിയത് ഐഡിയ ഉണ്ടല്ലോ അല്ലേ? നമ്മൾ ഇനി അടുത്ത പോവുകയാണ്. അന്തം നിന്നും നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഇതേനെ പോയി എത്തുക്കാം. ഈ കാപ്പിൽ കൂടെ പോയാ ഫ്രഞ്ച് ടോസ്റ്റിന് എവിടെയും കേട്ടിട്ടുണ്ട്. ആരും ഇവിടെ വന്നിട്ടുണ്ടോ? ഫ്രഞ്ച് ടോസ്റ്റ് ആരോ വന്നിരുന്നു അറിയില്ല. ഫ്രഞ്ച് ടോസ്റ്റിന് എവിടെയോ കേട്ടിട്ടുണ്ടോ? മാറിന് തിരക്കുണ്ടാവും ചിലപ്പോ. വീക്കെൻഡിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ മാറിന് തിരക്കുണ്ടാവും. അങ്ങനെയാണ് തോന്നുന്നത്. അങ്ങനെ ഈവനിങ് എല്ലാവരും കൂടി ഇങ്ങനെ നടക്കുന്ന ഒരു രസമായിരിക്കില്ലേ? കണ്ടോ ചെക്കന്മാരൊക്കെ കിട്ടി നടക്കുന്ന സീൻ കണ്ടില്ലേ? ചില്ലോട്ടായിട്ടില്ലേ? ഹാപ്പി ആയിട്ട് ചെക്കന്മാർ നടക്കുന്നില്ലേ? അപ്പൊ ഗൈസ്, അപ്പൊ നമുക്ക് ആ സ്പോട്ടിൽ എത്തിയിട്ട് കാണാം. ഗൈസ് വേണം ഈ ക്ലൈമറ്റിൽ നല്ല മാങ്ങയും പൈനാപ്പിളും. രസം പിടിക്ക്. എൻ്റെ കയ്യിൽ ഒരു കയ്യിൽ മൈക്കും എൻ്റെ കയ്യിൽ ഫോണ് കീശ. ഇതില് ഇങ്ങനെ നല്ല മാങ്ങയും. എന്താണ് എടുക്കണേ? വലിയ ബോട്ട്, അതിനെ കാട്ടി വലിയൊരു കപ്പൽ കണ്ട കൈ. ഏതാ ഫ്രൈ അവിടെ? എനിക്കൊരു വാങ്ങട്ട്. ഉമ്മാൻ്റെ കൊടുക്ക്. അപ്പോൾ നമ്മൾ കിഡിലൻ ഒരു ഈവനിങ് വൈബില്ലേ വിത്ത് ദ ഫാമിലി, ചില്ലാക്സ്, eating some mangoes. ചെച്ചു ഉറങ്ങിയ ചെച്ചോ? ഇനി നമ്മൾ ആ സ്പോട്ടിലും കൂടി പോയി കഴിഞ്ഞിട്ട് നമ്മൾ ആര് ഇതാ മറ്റേ ചങ്ങായി. ഈ ചങ്ങായി നിങ്ങൾക്ക് അറിയണ്ടാവില്ലേ? ഹായ് ബ്രോ. എന്തില്ല യൂട്യൂബറല്ലേ? യെസ്. എന്തൊക്കെ ഉഷാറില്ലേ? കുറെ കണ്ടിട്ടുണ്ട് ഞാൻ വീഡിയോയില്. ചിൽ. അറിയാത്ത സ്റ്റോറിക്ക് ഇപ്പൊ ഈ യൂട്യൂബിൽ പറഞ്ഞു കഴിഞ്ഞാ അതെനിക്കറിയാം. കുഴപ്പമൊന്നുമില്ല. ആളെ എല്ലാവർക്കും സ്റ്റോറി ഉണ്ട്. മുപ്പരാൾക്ക് മാത്രമുള്ള സ്റ്റോറി. അപ്പോ പെട്രോളല്ല, ഡീസല്. അപ്പോൾ
ഇതങ്ങനെ നമ്മൾ മട്ടാഞ്ചേരി ഫോട്ടോ കൊച്ചിയിലൂടെ നടന്ന് ഇതിനെന്താണ് പറയുക? ഹാർബറോ ഇതിന്റെ അപ്പുറത്ത് മൊത്തം ഹാർബറാണ്. അതാ കാണാണ്ട ഫോട്ടോ എടുക്കണം. ഈ ലൊക്കേഷൻ എവിടെയും കണ്ടിട്ടുണ്ടല്ലോ. എവിടെ കണ്ടു? നമ്മുടെ ഏതെന്നറിയോ? നമ്മുടെ അമർ അക്ബർ ആന്റണി ഇല്ലേ? ചായ കുടിച്ചിട്ട് ഇരുന്നിട്ട് എന്തോ ഒരു സീൻ ഫോട്ടോ വെച്ചാണോ അതിനത്? അറിയില്ല. അതേപോലെ അത് ഫോട്ടോ വെച്ചല്ലത്. ഫോട്ടോ വെച്ചാണോ? അല്ല. കാരണം അതെ, അതിന്റെ ആസിഫ് അലി ഫസ്റ്റ് വന്നിട്ട് ഫോട്ടോ വെച്ചിരുന്നല്ലേ അതിന്റെ മുഴുവനത് വണ്ടി വന്ന് പൊക്കിയിട്ട് ഇവിടെ അല്ല. പക്ഷെ ആ ഭാഗത്ത് ആൾക്കാരുണ്ട്. സ്പോട്ട് എങ്ങനെയുണ്ട്? സ്പോട്ട് കിട്ടുള്ള സ്പോട്ടാണ്. സ്പോട്ട് ഉണ്ട്. റൊട്ടേറ്റ് അടിക്കാ. കമാൺ ഇല്ലോ റൊട്ടേറ്റ് അടിക്കല്ലേ? ഇപ്പൊ തന്നെ അവന്റെ തല ഇറങ്ങിയിട്ടുണ്ടാവും. അല്ല വ്ളോഗിന് കാരണം അവനൊക്കെ തല ഇറക്കിക്ക. ഇജാസിന്റെ ഐഡിയ. അപ്പോ നമ്മുടെ ഗ്രൂപ്പ് ഫോട്ടോ എടുത്തില്ല. ഒരാൾ ക്ലിക്ക് ചെയ്ത് ഇതെന്ത്? അപ്പൊ ഇനി നമുക്ക് ഫോട്ടോ വെച്ചിട്ട് നമ്മളിപ്പോ ഒരു ഭാഗം നടന്നപ്പോ തന്നെ നമ്മൾ ഇത്രയും നീണ്ട ഒരു വ്ളോഗാവുന്ന നമ്മൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. കുറെ കടകൾ കാര്യങ്ങളൊക്കെ കാണിച്ചിട്ട് വ്ളോഗ് നീണ്ടു പോയിട്ടുണ്ട്. അപ്പോൾ ഇത് എൻ്റെ ആയിട്ടില്ല എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ എന്തായാലും ഞാൻ ഇപ്പോൾ വ്ളോഗ് എൻ്റെ ചെയ്യുന്നില്ല. അപ്പോൾ എന്തായാലും അടുത്ത കാഴ്ചയിൽ കാണാം. അപ്പോൾ ഗായ്സ് നമ്മൾ മട്ടാഞ്ചേരിയിൽ നിന്ന് ഇറങ്ങി, അല്ല ഫോട്ടോ കൊച്ചിയില്ലേ, ഫോട്ടോ കൊച്ചിയിൽ നിന്ന് ഇറങ്ങി മട്ടാഞ്ചേരിക്ക് ഇറങ്ങി. പിന്നെ അവിടെ എത്തിയപ്പോൾ പിന്നെ ഫുള്ള് ബ്ലോക്കൊക്കെ ആയതുകൊണ്ട് നമുക്ക് വ്ളോഗ് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മളിതാ ഫാമിലി ആയിട്ട് എല്ലാവരും കൂടിയിട്ട് ചായ കുടിക്കാമെന്ന് പറഞ്ഞിട്ട് കയറിയിരിക്കുകയാണ്. അൽ ബൂഫിയ റെസ്റ്റോറൻറ്റ്. ജോസേ, ഇംഗ്ലീഷ് കളേഴ്സ് നമ്മൾ ദുബായിൽ ചെയ്ത ബ്രാൻഡാണ് ഇംഗ്ലീഷ് കളേഴ്സ്. അത് ഇവിടെയുണ്ട്, അവിടെ എടപ്പള്ളിയിൽ. നമ്മൾ അതാ അത് മോസി ചെയ്തിട്ടുണ്ടല്ലോ. മോസി അതാ മോസി. അവിടെ നിന്ന് നോക്കി കഴിയോ ഓട്ടി ചായ കുടി. ഇവിടെ എല്ലാവരും ചായ കുടി, ജ്യൂസ് കുടി, ചായ കുടിയും ജ്യൂസ് കുടിയും. ചെച്ചുന് എന്താ വേണ്ടത്? എന്താ വേണ്ടത്? ജ്യൂസ് കുടിച്ചാ? ജ്യൂസ് കുടിച്ചാ? ടിക്കിയും ഇജാസും എന്താ പറഞ്ഞത്? ടെൻഡർ കോക്കനട്ട്. നമ്മൾ കോഫിയിലെ പാവങ്ങളില്ലേ ചെച്ചു? നമ്മൾ കോഫിയൊക്കെ അല്ലേ? നമ്മൾ കോഫിയൊക്കെ അല്ലേ? അങ്ങനെ ഗൈസ്, അപ്പൊ ഇവിടെ എല്ലാം ഉണ്ട് തോന്നുന്നു റെസ്റ്റോറന്റ്. നമ്മൾ വലിയൊരു ഹോട്ടലാണ് കേട്ടോ. അൽ ബൂഫിയ. ഏതൊക്കെ സ്ഥലം? എടപ്പള്ളി. ഇവിടെ എടപ്പള്ളിയിലാണ് അപ്പൊ ഈ സ്പോട്ട് വരുന്നത്. അപ്പോ വായോ ക്യാമറ ഓടിക്കോ. ബാ നീ ഓടിക്കോ. ബാ ചെച്ചുവിന് നമ്മുടെ ഒപ്പം വരില്ല അത്ര. അപ്പോൾ ഇന്ന് നമ്മുടെ ഒരു ഫാമിലി ആയിട്ട് ഒരു ചെറിയൊരു ഫോട്ടോ വെച്ച് വൈബായിരുന്നു. നമ്മൾ ഫുള്ളൊരു എന്താണ് അല്ലേ, മച്ചാൻ മൂഡ് പിടിച്ചിട്ടുണ്ട് ഫുള്ളായിട്ട്. അപ്പോൾ അവിടെയുള്ള കുറച്ച് കാഴ്ചകളാണ് നമ്മൾ കണ്ടത്. അപ്പോൾ തുടക്കം തന്നെ നമ്മൾ ബിഗ് ബീൻ്റെ ഇതിട്ടിട്ടാണ് തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ വ്ളോഗ് എല്ലാവരും മിസ് ചെയ്യാണ്ട് കാണുക. അപ്പോൾ ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.
ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനിയും മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണാം. എവിടെയാ? അപ്പോൾ ഗൈസ് നമ്മുടെ വ്ളോഗ് നമ്മൾ വീണ്ടും സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ കാരണം അവിടുന്ന് നമ്മൾ ചായ മാത്രമേ കുടിച്ചുള്ളൂ. അപ്പോൾ ഫാമിലി ആയിട്ട് ഒരു ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ ലാസ്റ്റ് വെക്കേഷന് വന്നപ്പോഴും നമ്മൾ കൊച്ചി വിസിറ്റ് ചെയ്തപ്പോൾ നമ്മൾ വന്ന് ട്രൈ ചെയ്ത ഒരു സ്പോട്ടാണ് ബീറ്റ് ബോക്സ്. ഇവിടുത്തെ സ്പെഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് പറഞ്ഞോട്ടാ സ്പെഷ്യൽ പോലീസുകാർ നോക്കി എന്താണ് പറഞ്ഞോളൂ. ഇന്നത്തെ സ്പെഷ്യൽ എന്താന്ന് പറഞ്ഞാൽ മസാല ഷവായി, പിന്നെ ബീറ്റ് ബോക്സ്, പിന്നെ എന്താണ് റൊമാലിയൻ. ഇവിടെ അതേ ഉള്ളൂ ബീറ്റ് ബോക്സിൽ. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വന്നിട്ട് ട്രൈ ചെയ്താണ്. അപ്പോൾ എന്തായാലും ഇപ്പോൾ ഈ പ്രാവശ്യം വന്നപ്പോൾ ഇക്കും ബാബി ഒന്നും ട്രൈ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അവനും കൂടി ട്രൈ ചെയ്യിക്കാന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. അപ്പോൾ ഇതാ, അപ്പോൾ ഇത് ഏതൊരു സ്റ്റേഡിയത്തിൻ്റെ അവിടെ അല്ലേ? സ്റ്റേഡിയത്തിൻ്റെ അവിടെ ഇതിങ്ങനെ പില്ലർ നമ്പർ എന്തെങ്കിലും ഉണ്ടോ? അല്ലല്ലോ. കല്ലൂർ സ്റ്റേഡിയത്തിൽ പില്ലർ നമ്പർ അങ്ങനെയൊന്നും ഇല്ലല്ലോ. ഇങ്ങനെയല്ലേ ഓരോന്നിനും ഓരോ പില്ലർ നമ്പർ ഉണ്ട്, അറിയോ? പില്ലർ നമ്പർ എത്രയെന്ന് അറിയില്ല ഗൈസ്. ഇതാണ് ഇത്. അപ്പോൾ ബാക്കിയുള്ള ഡീറ്റെയിൽസ് നമുക്ക് ഫുഡ് വന്നിട്ട് ഞാൻ കാണിച്ചു തരാം. അതോടുകൂടി നമ്മൾ വ്ളോഗ് അവസാനിപ്പിക്കും. അപ്പോൾ എന്നും നമ്മൾ അവസാനിപ്പിക്കും, വീണ്ടും സ്റ്റാർട്ട് ചെയ്യും. കാരണം എന്താണ്, വീണ്ടും ഓരോ പരിപാടികൾ വരുമ്പോൾ നമ്മൾ വീണ്ടും സ്റ്റാർട്ട് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ എന്തായാലും നമുക്ക് ബാക്കി ഫുഡ് വന്നിട്ട് അതും കൂടി കണ്ടിട്ട് തീർക്കാം. ഇതാ ഗൈസ്, ഇതാണ് ഞാൻ പറഞ്ഞ മുതൽ. ഇതാണ് ഇവിടുത്തെ മസാല ഷവായി. ഇതൊന്നും അതിൻ്റെ ഒപ്പം കിട്ടില്ല കേട്ടോ. ഇതൊക്കെ നമ്മൾ ഓർഡർ ചെയ്യണം. ഇവിടെ ചപ്പാത്തി പൊറോട്ട നുൽപ്പുട്ടൊക്കെ ഉണ്ട്. ഇത് ഫുഡ് പ്രൊമോഷനോ കാര്യങ്ങളൊന്നുമല്ല. നമ്മൾ കഴിഞ്ഞ വട്ടം ട്രൈ ചെയ്തിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ടപ്പോൾ ഈ പ്രാവശ്യം കൂടി ട്രൈ ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതാണ് ലൊക്കേഷൻ വരുന്നത്. അപ്പോൾ എന്തായാലും നമ്മുടെ ഈ വ്ളോഗ് നമ്മൾ ഇതോടുകൂടി അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഇനിയും ഇതേപോലത്തെ നല്ല നല്ല വ്ളോഗുകളായിട്ട് വീണ്ടും കണ്ടുമുട്ടാം നമുക്ക്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇനിയൊരു മറ്റൊരു നല്ലൊരു വീഡിയോയിൽ കാണാം.